വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഇൻഷുറൻസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ചോദിക്കുന്നത് ഫണ്ണി ചോദ്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്നും അതിൽ കൂടുതൽ ഉത്തരങ്ങൾ വന്നേക്കാം. പക്ഷേ പൊതുവെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ വേണം എന്നൊന്നുമില്ല. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ആപ്റ്റായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ സമ്മാനം കൊടുക്കും. അസ്സലാമു അലൈക്കും. പേരെന്താണ്? വീണ്ടും അവരങ്ങോട്ട് മാറി നിൽക്കുന്നു കേട്ടോ. അടുത്തോട്ടേക്ക് ശരി. എവിടെ സ്വന്തം സ്ഥലം എവിടെ കേട്ടോ? കണിയാപുരത്താണ്. എന്താ ജോലി എന്താണ്? തിരുവനന്തപുരത്ത് തന്നെ. കുഴപ്പമില്ല, ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അടിപൊളിയൊക്കെ. പേരെന്താണ്? ആഫിയ. എത്രയല്ല പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ശരി. എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ഇന്ന് എന്തൊക്കെയായിരുന്നു സ്കൂളിൽ? എന്തെങ്കിലും പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്ന് പോയിട്ടേ ഇല്ല അല്ലേ? ശരി. പേരെന്താണ്? എന്താ ചെയ്യുന്നത് അമിന? എവിടെയാണ് പഠിക്കുന്നത്? കാര്യവട്ടം കോളേജിലാണ്. ശരി. എങ്ങനെ ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നു? ഫിസിക്സ് എന്താ തെരഞ്ഞെടുക്കുക? ഭയങ്കര ടഫായിട്ടുള്ള വിഷയമൊക്കെ തെരഞ്ഞെടുക്കണം. SSLC കാലഘട്ടങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ഈ ഇങ്ങനെയുള്ള സയൻസ് മേഖലയിലാണ് കൂടുതൽ മാർക്ക് ലഭിച്ചിരുന്നത് അല്ലേ? ശരി. ഓക്കെ. പേരെന്താണ്? നൂറ. എന്ത് ചെയ്യുന്നു നൂറ? ഓക്കെ. ആളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ, മുന്നോട്ടുള്ള റിസർച്ച് മേഖലയിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പറയാറുണ്ട്. അത് കൃത്യമായിട്ട് അങ്ങനെ പാലിക്കാറുണ്ടോ? ഉണ്ടല്ലേ? അല്ലെങ്കിൽ അടിയല്ലേ? ശരി. പേരെന്താണോ? സുഖായിരിക്കുന്നല്ലോ. ഓക്കെ. എത്ര മണിക്ക് എത്തും ഇവിടെ? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. ശരി. അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഇല്ല? പോയില്ല. ശരി. എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ യാത്രയൊക്കെ വേണമല്ലോ അല്ലേ? ശരി. ദൂരമൊക്കെ പോകാറുണ്ടോ? ഇങ്ങനെ ടീമൊക്കെ ആയിട്ട് പോകാറുണ്ട് അല്ലേ? ശരി. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. സംഗതി പഠനവുമായി ബന്ധപ്പെട്ട PSCയുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന PSC ചോദ്യം, അതായത് കുസൃതി ചോദ്യം. ഓക്കെ. അപ്പോൾ ഇതിൽ എക്സാമിനൊന്നും വരുന്ന ചോദ്യമോ കാര്യങ്ങളോ ഒന്നുമല്ല, പഠിച്ചതൊന്നും ആയിരിക്കില്ല. അപ്പം കുറച്ച് ലോ ലെവലിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവർ മത്സരിക്കാൻ പോവാണ്. 10 ചോദ്യങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ ഓരോ ചോദ്യങ്ങളായിട്ട് ഞാൻ പറയാം. ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ സമ്മാനം തരാം. ഓക്കെ. ചോദ്യം: എപ്പോഴും നമ്മുടെ പച്ചക്കറികൾ എന്ന് പറയുന്നത് ശരീരത്തിന് പ്രോട്ടീനുകൾ കൂട്ടുന്ന ഒന്നാണ് പച്ചക്കറികൾ. പക്ഷേ ചിലപ്പോഴെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പൊതുവെ പറയാറുണ്ട്. പൊതുവെ പറയാൻ കാരണം ചിലപ്പോൾ മരുന്നടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ കാണാം അല്ലേ? ചോദ്യം ഇതാണ്: തിന്നാൻ ക്യാരറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ക്യാരറ്റ്. അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ചോദ്യം: തിന്നാൻ പറ്റാത്ത ക്യാരറ്റ് എവിടെയാണുള്ളത്? തിന്നാൻ പറ്റാത്ത ക്യാരറ്റ് കുസൃതിയാണ്. ആ രീതിയിൽ എടുത്താൽ മതി. കേരളത്തില്ല. തിന്നാൻ പറ്റാത്ത ക്യാരറ്റ് എവിടെ നിന്നാണ് കിട്ടുക? ക്യാരറ്റ് തിന്നാൻ തിന്നാൻ പറ്റാത്ത ക്യാരറ്റ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. തിന്നാൻ ജ്വല്ലറി 916 ക്യാരറ്റ് റൈറ്റ് ആൻസർ. ജ്വല്ലറി. ഓക്കെ. അടുത്ത ചോദ്യം കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം: വെള്ളത്തിലാണ് ജനനം, ഡ്രാക്കുളയായിട്ടാണ് ജീവിതം, ഭാഗവതരായിട്ടാണ് മരണം. വെള്ളത്തിലാണ് ജനനം, ഡ്രാക്കുളയായിട്ടാണ് ജീവിതം, ഭാഗവതരായിട്ട് മരിക്കും. കുസൃതിയാണ്. അല്ല. വെള്ളത്തിൽ നിന്നാണ് ജനിക്കുന്നത്. ഇതിന്റെ രൂപം ഒരു ഡ്രാക്കുള പോലെയാണ്. ഭാഗവതർ എന്ന് പറയുന്നത് എപ്പോഴും പാടിക്കൊണ്ടിരിക്കുമല്ലോ. അല്ല. ഏതാണ്ട് കരുതത്തി ഒരു ജീവിയാണ്. വെള്ളത്തിൽ നിന്നാണ് ജനനം. അല്ല, വലിയ ജീവിയൊന്നല്ല ഇത്, വളരെ ചെറുത്. വെള്ളത്തിൽ നിന്നാണ് ജനനം. അല്ല. ഏതാണ്ട് കരുതത്തി ഇത് കുറച്ച് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു ജീവിയാണിത്. വെള്ളത്തിൽ നിന്നാണ് ജനിക്കുന്നത്, ഡ്രാക്കുള പോലെയാണ് ഇതിന്റെ രൂപം. പക്ഷേ ക്രോക്കഡൈലല്ല. ഇത്രയൊന്നും ചിന്തിക്കണ്ട. ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ. വെള്ളത്തിലാണ് ജനനം, ഡ്രാക്കുള പോലെയാണ് ഇതിന്റെ രൂപം എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഭാഗവതർ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ, പാട്ടെന്ന് പറഞ്ഞാൽ പാട്ടായിട്ടൊന്നും ചിന്തിക്കണ്ട. ഭാഗവതരായിട്ടാണ് ഇത് മരിക്കാന്നുള്ളത് പറയും. അത് ഭയങ്കരമായിട്ടൊന്നും വളരത്തുമില്ല. അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് കൊതുക്. വെള്ളത്തിൽ നിന്നാണ് കൊതുക് ഉണ്ടാകുന്നത്. ഡ്രാക്കുള പോലെയാണ് അതിന്റെ രൂപം എന്ന് പറയുന്നത്. ഭാഗവതർ എപ്പോൾ മൂളിക്കൊണ്ടേയിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം: നീ ചിരിച്ചാൽ ഞാൻ ചിരിക്കും, നീ കരഞ്ഞാൽ ഞാൻ കരയും, നീ അടിച്ചാൽ ഞാൻ തകരും. എന്താണ്? നീ ചിരിച്ചാൽ ഞാൻ ചിരിക്കും, നീ കരഞ്ഞാൽ ഞാൻ കരയും, നീ അടിച്ചാൽ ഞാൻ മരിക്കും. അല്ല, ഭയങ്കരമായിട്ട് സിമ്പിൾ ചോദ്യമാണ്. സിമ്പിളാ. അതായത് നീ ചിരിച്ചാൽ ഞാൻ ചിരിക്കും, ഓക്കെ. നീ കരഞ്ഞാൽ ഞാനും കരയും, ഓക്കെ. നീ അടിച്ചാൽ ഞാൻ മരിക്കും. ഓർഗൻസ് മീൻസ് ഇതൊരു പ്രോഡക്റ്റ് ആണ്. അല്ല, വീടുകളൊക്കെ ഉപയോഗിക്കുന്നതാണ്. യാത്രകൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവമാണ്. എപ്പോഴും ചിലപ്പോഴെങ്കിലും. ഞാൻ ചിരിച്ചാൽ
കണ്ണാടി റൈറ്റ് ആൻസർ. കണ്ണാടി. ഓക്കെ, അടുത്ത ചോദ്യം. കടലിൽ ജനനം, വീട്ടിൽ താമസം. എന്താണ്? കടലിൽ നിന്നാണ് ഉണ്ടാവുന്നത്, വീട്ടിലാണ് ഇതിന്റെ താമസം എന്ന് പറയുന്നത്. അല്ല, കടലിൽ ആണ് ഇതിന്റെ ജനനം, മീൻസ് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ കൂടുതൽ ക്ലൂ എന്നോട് ചോദിക്കരുത്. കടലിൽ ജനനം, വീട്ടിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കടലിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്, വീട്ടിലാണ് ഇതിന്റെ. അല്ല, ഒരു ജീവിയല്ല. വീട്ടിലാണ് ഇതിന്റെ താമസം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഉപ്പ്. റൈറ്റ് ആൻസർ. ഉപ്പ്. ഗസ് ചെയ്യണോ? ഉപ്പ്. കടലിൽ നിന്നാണ് ഉപ്പ് ഉണ്ടാവുന്നത്. അല്ലേ, വീട്ടിലല്ലേ ഇതിന്റെ താമസം. ഓക്കെ റെഡി. മലയാളത്തിൽ പറയുമ്പോഴും എഴുതുമ്പോഴും ഒരു വാക്ക്, പക്ഷെ കിട്ടുമ്പോൾ രണ്ടെണ്ണം. മലയാളത്തിൽ പറയുമ്പോഴും എഴുതുമ്പോഴും ഒരു വാക്കാണ്, പക്ഷെ അത് കിട്ടുന്ന സമയത്ത് രണ്ട്. സിമ്പിൾ ആട്ടോ. അതായത് മലയാളത്തിൽ പറയുമ്പോഴും എഴുതുമ്പോഴും ഒരു വാക്കാണ്, ഓക്കെ, പക്ഷെ അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ, അത് കിട്ടുമ്പോൾ രണ്ടാണത്. രണ്ടായിട്ട് കാണാം. എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ന്യൂ ട്രെൻഡ്, ന്യൂജൻ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അതായത് പറയുമ്പോഴും എഴുതുമ്പോഴും മലയാളത്തിലാണ്, പറയുമ്പോഴും എഴുതുമ്പോഴും ഒരു വാക്കാണ്, പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ രണ്ടായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. മലയാളത്തിൽ പറയുമ്പോഴും എഴുതുമ്പോഴും ഒരു വാക്ക്, ഓക്കെ. അല്ല, ഇത് ചില ആൾക്കാർ സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അല്ല, ഇത് ചെറിയ അളവിലും കാണാം, വലിയ അളവിലും കാണാം. വലിയ അളവിലും കാണാം. സ്കൂളിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്, ചില സ്കൂളിലൊക്കെ നിർബന്ധമാണ്. മഴക്കാലത്ത് ചിലപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. അല്ല, മഴക്കാലത്ത് ചിലപ്പോൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ മഴക്കാലത്ത് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണിത്, ചില ആൾക്കാർ പറയാറുണ്ട്. അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ എഴുതുമ്പോഴും മലയാളത്തിൽ പറയുമ്പോൾ എഴുതുമ്പോൾ ഒരു വാക്ക്, പക്ഷെ കിട്ടുമ്പോൾ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഷൂ ആണ്. ഷൂ. മലയാളത്തിൽ എഴുതുമ്പോഴും പറയുമ്പോഴും ഷൂ, പക്ഷെ കിട്ടുമ്പോൾ രണ്ടെണ്ണമായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, രണ്ട് ചോദ്യം കേട്ടോ. പേരിൽ മൃഗത്തിന്റെ പേരുള്ള പക്ഷി ഏതാണ്? പേരിൽ മൃഗത്തിന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്ന പക്ഷി. പറഞ്ഞു കൊടുക്കല്ലേ? അതായത് പേരിൽ മൃഗത്തിന്റെ പേര് ഒളിഞ്ഞു കിടക്കുന്ന പക്ഷി. പറയല്ലേ. പക്ഷി. അതായത് പേരിൽ മൃഗത്തിന്റെ പേര് ഒട്ടകപ്പക്ഷി. വീണ്ടും ഒട്ടകപ്പക്ഷിയൊക്കെ അടിപൊളി. ശരി, അത് നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. ചോദ്യം എന്ന് പറയുന്നത് ഇത്തിരി വലിയ ചോദ്യമാണ്, ആലോചിച്ച് പറയണം കേട്ടോ. ചോദ്യം: നമ്മൾ കാണാത്ത എന്നാൽ പലരും ഉണ്ട് എന്ന് വിശേഷിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ. നമ്മൾ കാണാത്ത എന്നാൽ പലരും ഉണ്ട് എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ. അതിൽ ഒരു സ്ഥലത്തിന്റെ പേരിനോടൊപ്പം ചില സന്ദർഭങ്ങളിൽ ഒരു ജീവിയുടെ പേര് ചേർത്ത് പറയാനുണ്ട്. ഏതാണ് ആ ജീവി എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിൽ കൂടി പറയാൻ: നമ്മൾ കാണാത്ത എന്നാൽ ഉണ്ട് എന്ന് പലരും ഉണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ. അതിൽ ഒരു സ്ഥലത്തിന്റെ പേരിനോടൊപ്പം ഒരു ജീവിയുടെ പേര് ചേർത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. ഏതാണ് ആ ജീവി, അല്ലെങ്കിൽ ഏതാണ് ഈ സ്ഥലം എന്നുകൂടി പറഞ്ഞാൽ മതി. നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ല, അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത എന്നാൽ പലരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണിത്. അതിൽ ഒരു സ്ഥലത്തിന്റെ പേരിനോടൊപ്പം ഒരു ജീവിയുടെ പേര് ചേർത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയാറുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, അത് ഈ രണ്ട് സ്ഥലവും നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ ഉണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. അതിലൊരു സ്ഥലത്തിന്റെ പേരിനോടൊപ്പം ഒരു ജീവിയുടെ പേര് ചേർത്ത് പൊതുവെ പറയാറുണ്ട്. ഒരു ജീവി എന്ന് പറയാൻ വളരെ ചെറിയൊരു ജീവിന്റെ പേര്. ഏതാണ്ടൊക്കെ അടുത്തെത്തി. ആ ജീവിയുടെ പേര് പറ. അല്ല, നമ്മൾ ചില സന്ദർഭങ്ങളിൽ പറയാറുണ്ട്. ശരി, കുഴപ്പമില്ല. ആള് പറഞ്ഞിരിക്കുന്നത് സ്വർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗം എന്നുള്ളത് ശരിയായിട്ടുള്ള ഉത്തരവാണ്. ജീവി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പറയാറുണ്ട് കട്ടുറുമ്പ് എന്ന് പറയുന്ന ഒരു വാക്ക്. സ്വർഗത്തിലെ കട്ടുറുമ്പ് ആകുന്നില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. സ്വർഗവും നഗരവും നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടേ, അല്ലേ? നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നു, മോശം ചെയ്താൽ നരകത്തിൽ പോകുന്നു വിശ്വസിക്കുന്നു. അതിലൊരു സ്ഥലമാണ് സ്വർഗം. ഇതിനോടൊപ്പം നമ്മൾ ചില സന്ദർഭങ്ങളിൽ പറയുന്ന ഒരു വാക്കാണ്
കട്ടുറുമ്പ്, സ്വർഗത്തിലെ കട്ടുറുമ്പ് ആകുന്നില്ല. അപ്പൊ ആരാ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? അഹങ്കാരത്തോടെ പറയുന്നത് അല്ലേ? ഒന്നുകൂടി പേര് പറയും. ഓക്കെ, അപ്പോൾ ആമിനെയാണ് നമ്മൾ കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇഞ്ചോട് ഇഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറയുന്നത് ആമിനെയാണ്. നന്നായിട്ട് കയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കും വിചാരമായിട്ട്. അടിപൊളി. അപ്പൊ VMTV ചാനൽ നൽകുന്ന ഇഞ്ചോട് ഇഞ്ച് നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, പൊതുവെ ആ രാവിലെ എഴുന്നേറ്റ് പാടും ഒരു കണി അല്ലെങ്കിൽ ആദ്യം കാണുന്ന നല്ല കാര്യത്തിൽ ഒരു വിശ്വാസം എത്രത്തോളം ഉണ്ട് താങ്കൾക്ക്? നല്ല രീതിയിലുണ്ട്. നമ്മള് പുലർച്ചെ എണീക്കുമ്പോൾ ആദ്യം കാണുന്ന ഒരു പോസിറ്റീവ് എനർജി. ഓക്കെ, ഇന്ന് കണ്ട പോസിറ്റീവ് എനർജി ആരാണ്? ഞാൻ കണ്ടത് എന്നെ തന്നെയാണെന്ന് പറ. ഞാൻ കണ്ണാടിയിലാ നോക്കിയെന്ന് പറ അല്ലേ? ഇന്ന് ആരാ കണ്ട ആദ്യം? വാപ്പയാണ് തോന്നുന്നു. അടിപൊളി കേട്ടോ. അപ്പോൾ സന്തോഷം, ഹാപ്പി ലൈഫൊക്കെ അടിച്ചുകൊള്ളു കേട്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഞ്ചോട് ഇഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം വിടാം. ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റ.